പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 44-ാം വാക്യം. എല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. ദരിദ്രയായ ഒരു വിധവയെ 2 കാശ് ഇട്ടത് കർത്താവ് കണ്ടു. അവൻ തൂക്കി നോക്കി, അതിന് വലിയ വിലയുള്ളതായി കണ്ടു. അതിശ്രേഷ്ഠവും ത്യാഗപൂർണവുമായ ഒരു അർപ്പണത്തിൻ്റെ ഉദാഹരണമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു 2 കാശായിരുന്നു ആകെ ഈ ദരിദ്രയായ വിധവയ്ക്ക് ഉണ്ടായിരുന്നത്. അവളുടെ സമ്പാദ്യം അത് മുഴുവനായിരുന്നു. 1 കാശ് അവൾക്കായി സൂക്ഷിച്ച ശേഷം 1 കാശ് ഇടുകയല്ല അവൾ ചെയ്തത്, സമ്പൂർണ്ണമായി സമർപ്പിക്കുകയായിരുന്നു. ഒരു വലിയ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു അത്. ഭാവിയെപ്പറ്റിയുള്ള ഉത്കണ്ഠയോ ആശങ്കയോ ഒന്നും അവളെ ഭരിച്ചിരുന്നില്ല. അവൾക്കാവശ്യമായത് യഥാസമയം അവൾ ആശ്രയിച്ച ദൈവം നൽകിക്കൊള്ളുമെന്നുള്ള ഉറപ്പിലായിരുന്നു അവൾ അർപ്പിക്കുകയുണ്ടായിരുന്നത്. മറ്റുള്ളവർ വലിയ തുകയാണ് ഭണ്ഡാരത്തിലിട്ടത്. മറ്റുള്ളവരുടെ തുക കൂട്ടുമ്പോൾ ഈ ദരിദ്രയായ സ്ത്രീയുടെ തുകയ്ക്ക് വലിയ പ്രസക്തിയില്ല, നിസ്സാരമാണ്. പക്ഷേ തനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സമർപ്പിക്കുക എന്നുള്ള കാര്യമായിരുന്നു അവളെ ഭരിച്ചിരുന്നത്. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്നുള്ളതല്ല, നമുക്ക് കഴിയുന്നത് ദൈവസന്നിധിയെ ചെയ്യുക എന്നുള്ളതിൽ പ്രസാദിക്കുന്ന ദൈവമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നവനാണ്, കൈകളെ അല്ല. ദാതാവിനെയാണ് കാണുന്നത്, ദാനത്തെ അല്ല. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല. മനുഷ്യൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം അവൻ കാണുന്നു. യഹോവയോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഹൃദയങ്ങളെ തൂക്കി നോക്കിയപ്പോൾ കർത്താവ് കണ്ടു, ഈ സ്ത്രീക്ക് മുഴുവൻ ഉണ്ടായിരുന്നത് അവൾ അർപ്പിച്ചതായി. എങ്കിൽ അതുപോലെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ മുഴുവനായി, നമുക്കുള്ളതിനെ മുഴുവനായി നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.